ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയാണ്. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാള നടൻ എന്ന ചരിത്രപരമായ നേട്ടം കൈവരിച്ച മോഹൻലാലിനെ കേരള സർക്കാർ ആദരിച്ച ചടങ്ങ് സ്വാഭാവികമായും വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒരു സാംസ്കാരിക സംഭവമായിരുന്നു. എന്നാൽ ഈ ആദരവ് കേവലം ഒരു ഔദ്യോഗിക ചടങ്ങായി ഒതുങ്ങിയില്ല. ചലച്ചിത്ര മേഖലയിലെ രണ്ട് തലമുറകളെ പ്രതിനിധീകരിക്കുന്ന മലയാള സിനിമയുടെ മുഖമുദ്രകളായ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും നടൻ മോഹൻലാലും തമ്മിലുണ്ടായ പരസ്യമായ സംഭാഷണമാണ് ഈ പരിപാടിയെ അസാധാരണമാക്കുകയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തത്. മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്നും മുമ്പ് ഈ പുരസ്കാരം നേടിയ ഒരേയൊരാൾ അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു. അദ്ദേഹത്തിന് ശേഷം ഈ ബഹുമതി ഒരു മലയാള നടനിലേക്ക് എത്തുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടാണ്. മോഹൻലാലിന് ലഭിച്ച ഈ ആദരം സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും സജീവ പങ്കാളിത്തത്തോടെ ഗംഭീരമാക്കാൻ തീരുമാനിച്ചത് ഈ നേട്ടത്തിന് സർക്കാർ നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട്. മോഹൻലാൽ സെപ്റ്റംബർ 23-ന് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വെച്ച് ബഹുമതി ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് ഈ സംസ്ഥാനതല ആദരവ് നടന്നത്. ചലച്ചിത്ര മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിയായിരുന്നു ഈ പുരസ്കാരം. ചടങ്ങിൽ സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം വിലയിരുത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം പ്രധാനമായും 3 ഭാഗങ്ങളായി പറയുന്നു.